നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു 7 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഇതിന്റെ ക്ലാസ് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് തരാം. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും സെപ്പറേറ്റ് കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്സ് കംസ് അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാങ്കിങ്, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ, ഓപ്ഷൻ സി പ്രിസൺ, ഓപ്ഷൻ ഡി പബ്ലിക് ഹെൽത്ത്. ഇതിനകത്ത് ഏതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്? ബാങ്കിങ് മേഖല, കൃഷി മേഖല, ജയില്, പബ്ലിക് ഹെൽത്ത്. ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബാങ്കിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ബാങ്കിങ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. അതായത് യൂണിയൻ ഗവൺമെന്റിന് ഏകദേശം 100 സബ്ജക്റ്റോളം അവരുടെ അണ്ടറിലായിട്ടുണ്ട്, യൂണിയൻ ലിസ്റ്റിനകത്തുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനം ഏതാണ്? ഡിഫൻസ് ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഏറ്റവും പ്രധാനം ഈ പ്രതിരോധം എന്ന് പറയുന്ന ആരുടെ അണ്ടറിലാണ്? സംസ്ഥാനങ്ങളുടെ ഒന്നും അണ്ടറിലല്ല, അല്ലെ സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് ഇടപെടാനുള്ള ഇതില്ല. അപ്പൊ ഡിഫൻസ്, ബാങ്കിങ്, കറൻസി, അറ്റോമിക് എനർജി, ഇൻഷുറൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇത്രയും പ്രധാനപ്പെട്ടതാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത്രയും എല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റിനകത്താണ് വരുന്നത്. സെന്ററിന്റെ അണ്ടറിലുള്ള വിഷയങ്ങളാണ് ഡിഫൻസ്, പ്രതിരോധം, ബാങ്കിങ്, കറൻസി, അറ്റോമിക് എനർജി, ഇൻഷുറൻസും കമ്മ്യൂണിക്കേഷനും. ഇതെല്ലാം തന്നെ എന്തിന്റെ അണ്ടറിലാണ്? ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ യൂണിയൻ ലിസ്റ്റിനാണ് ഉൾപ്പെടുന്നത്. കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്തത്, ഹൗ മെനി ടോപ്പിക്സ് ആർ കറന്റ്ലി കവേർഡ് ഇൻ കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റിനകത്ത് നിലവിൽ എത്ര സബ്ജക്റ്റുകളുണ്ട് അല്ലെങ്കിൽ എത്ര കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്? എത്രയാണ്? ഓപ്ഷൻ ഡി 52 ആണ്. എല്ലാവർക്കും അറിയാം. അപ്പൊ 52 സബ്ജക്ട്സ് ആണ് കറന്റ്ലി കൺകറന്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ അത് എത്രയുള്ളായിരുന്നു? 47 സബ്ജക്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ 52 സബ്ജക്റ്റുകൾ കൺകറന്റ് ലിസ്റ്റിലുണ്ട്. അടുത്തത്, വിച്ച് സബ്ജക്ട്സ് കം അണ്ടർ ദി കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റിനകത്ത് ഈ പറയുന്നതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്? ന്യൂസ് പേപ്പർ, ഫിഷറീസ്, മാർക്കറ്റ്, സെൻസസ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഇടപെടാൻ പറ്റുന്നത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ, ഫിഷറീസ്, മാർക്കറ്റ്, സെൻസസ്. ഏതായിരിക്കും? ന്യൂസ് പേപ്പർ ആണ്. ഓപ്ഷൻ എ ന്യൂസ് പേപ്പർ ആണ് കൺകറന്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റ് കംപ്രൈസസ് പോപ്പുലേഷൻ, മാരേജ് ആൻഡ് ഡിവോഴ്സ്, ഡ്രഗ്സ്, ന്യൂസ് പേപ്പർ, ബുക്സ് ആൻഡ് പ്രിന്റിംഗ് പ്രസ്. ഇതെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിലെ ഇമ്പോർട്ടന്റ് വിഷയങ്ങളാണ്. ഏതൊക്കെയാ? പോപ്പുലേഷൻ, ജനസംഖ്യ, മാരേജും ഡിവോഴ്സും, ഡ്രഗ്സ്, ന്യൂസ് പേപ്പർ, ബുക്ക് ആൻഡ് പ്രിന്റിംഗ് പ്രസ്. ഇതെല്ലാം തന്നെ എവിടെ വരും? നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് മാച്ച്ഡ് കറക്റ്റ്ലി? അതായത് ഓരോ ലിസ്റ്റിനകത്തും യൂണിയൻ ലിസ്റ്റിനകത്ത് ഇൻഷുറൻസ്, സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് കൃഷി, കൺകറന്റ് ലിസ്റ്റിനകത്ത് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. യൂണിയൻ ലിസ്റ്റിനകത്ത് ഇൻഷുറൻസ് വരും അല്ലെ. ഡിഫൻസ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ യൂണിയൻ ലിസ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കറൻസി ഒക്കെ. സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് അഗ്രികൾച്ചർ അല്ലെ. സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് അഗ്രികൾച്ചർ. കൺകറന്റ് ലിസ്റ്റിലാണോ കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ആദ്യം പറഞ്ഞു യൂണിയൻ ലിസ്റ്റിലാണ് കമ്മ്യൂണിക്കേഷനും ഇൻഷുറൻസും എല്ലാം വരുന്നത്. സോ ഇതാണ് തെറ്റായ ഒരു ഓപ്ഷൻ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് തെറ്റ്, മാച്ച് ചെയ്യാത്തത്. അടുത്തത്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആർ മെൻഷൻ? പഠിച്ചു വെക്കണം. അതായത് സംസ്ഥാന കേന്ദ്ര റിലേഷൻസിനെ പറ്റിയിട്ട് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് ഏതാണ്? പാർട്ട് 11 ആണ് കേട്ടോ. പാർട്ട് 11ലാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആർ മെൻഷൻ ഫ്രം ആർട്ടിക്കിൾ 245 മുതൽ 255 വരെയുള്ള 10 ആർട്ടിക്കിൾസ് പാർട്ട് 11ലെ എന്തിനെ പറ്റി പറയുന്നു? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പറയുന്നു. 245 മുതൽ 255 വരെ പാർട്ട് 11. അപ്പൊ പഠിച്ചു വെക്കാം. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് ഈസ് ഓർ ആർ ലെവീഡ് ഓർ കളക്ടഡ് ആൻഡ് കീപ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്? സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സസ് താഴെ പറയുന്നതിനകത്ത് ആരൊക്കെയാണെന്നാണ് ചോദ്യം. 1 ലാൻഡ് ടാക്സ്, 2 ഒക്ട്രോയ് ടാക്സ്, 3 അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. അതുപോലെ ഇതിനകത്ത് കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് only 1, അതായത് ലാൻഡ് ടാക്സ് മാത്രം. ഓപ്ഷൻ ബി 2 and 3,
ഈ 1ഉം 2ഉം, അതുപോലെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓൾ 1, 2, 3. അപ്പൊ ഇതിനകത്ത് ലാൻഡ് ടാക്സ് ഇതെന്ന് പറയുന്നത് ഈ ഒക്ട്രോ എന്ന് പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സ്റ്റേറ്റിന്റെ അകത്തോട്ട്, ഒരു അതിരിനകത്തോട്ട് ഒരു സാധനം കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ അടയ്ക്കേണ്ട ഒരു ടാക്സ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ എന്തിന്റെ അണ്ടറിലേക്ക് പോയി? GST. 2017 മുതൽ GST ആയിട്ട് അതങ്ങ് കൂട്ടുകയാണ് അല്ലെ. ഒരു അധികാര പരിധിയിലേക്ക് ഒരു സാധനം എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊടുക്കേണ്ട ടാക്സ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്, അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഓൾ 1, 2, 3 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ലാൻഡ് ടാക്സ്, ഭൂമിയുടെ ടാക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റിന്റെ അതിരിലേക്ക് സാധനം കയറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടാക്സ് ഉണ്ട്, അതും സ്റ്റേറ്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ അഗ്രികൾച്ചർ ഇൻകം ടാക്സ്, കൃഷിയിൽ വരുന്ന ഇൻകം ടാക്സ്, അതെല്ലാം തന്നെ എവിടെയാണ്? എല്ലാം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷനുമായിട്ട് റിലേഷൻ ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ എന്ന് പറയുന്നത്. എല്ലാ കമ്മീഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ അല്ലാത്തത് രാജ്മന്നാർ കമ്മിറ്റി, സർക്കാരിയാർ കമ്മീഷൻ, വെസ്റ്റ് ബംഗാൾ റിമംബറൻസ് ലെറ്റർ, ഹനുമന്തിയ കമ്മീഷൻ. ഇതിനകത്ത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ അല്ലാത്തത് ഓപ്ഷൻ ബി മാത്രമാണ് കേട്ടോ, സർക്കാരിയ കമ്മീഷൻ മാത്രമാണ്. അപ്പൊ എക്സ്പ്ലനേഷൻ ഒന്ന് പറയാം. സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഉണ്ടായ കമ്മീഷൻ ആയിരുന്നു. ഇത് 1983 ഫോം ചെയ്തതാണ്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആണ് സർക്കാരിയ കമ്മീഷൻ 1983 ഫോം ചെയ്തത്. അടുത്തത് ഏതാണ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? തന്നിരിക്കുന്നതെല്ലാം കമ്മിറ്റികളാണ്. അതിനകത്ത് ഏതാണ് കറക്റ്റ് അല്ലാതെ മാച്ച് ചെയ്തിരിക്കുന്നത്? കമ്മിറ്റിയും ഫോം ചെയ്ത വർഷമാണ്. രാജമന്നാർ കമ്മിറ്റി 1969, പുഞ്ചി കമ്മീഷൻ 2001, സർക്കാരിയ കമ്മീഷൻ 83, ആനന്ദ്പുർ സാഹിബ് പ്രപ്പോസൽ 73, 1973. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സർക്കാരിയ കമ്മീഷൻ, ഇപ്പൊ പറഞ്ഞു 1983 ആയിരുന്നത്. ആനന്ദ്പുർ സാഹിബ് പ്രപ്പോസൽ 1973 ശരിയാണ്. രാജ്മന്നാർ കമ്മിറ്റി ഫോം ചെയ്ത 1969 ഇതാണ് തെറ്റായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഒന്നുകൂടെ ഞാനൊന്ന് എക്സ്പ്ലനേഷനൂടെ പറയാം. In 2007, a 3-member commission headed by the former Chief Justice of India, M.M. Punji, was set up by the UPA government to take the fresh look at relative roles and responsibilities of various levels of government and their inter-relationship. അപ്പൊ 2007 ഈ പുഞ്ചി കമ്മീഷൻ വന്നത്. അത് എവിടെയാണ്? UPA ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രഷ് ലുക്ക് അറ്റ് റിലേറ്റീവ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് വേരിയസ് ലെവൽ ഓഫ് ഗവൺമെന്റ്. അതായത് ഗവൺമെന്റ് വേരിയസ് ലെവൽസ് ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റീസിനെ എങ്ങനെ പുതുതാക്കി മാറ്റാം, എങ്ങനെ ഒന്ന് നവീകരിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പുഞ്ചി കമ്മീഷൻ 2007 നിലവിൽ വന്നത്. അപ്പൊ അതാണ് തെറ്റായ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജമന്നാർ കമ്മിറ്റിയും സർക്കാരിയ കമ്മീഷനും ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഹനുമന്തിയ കമ്മീഷൻ, ഇതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻ എല്ലാം തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.